ഞാൻ കടവന്ത്രയാണ്. എനിക്ക് 18 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ഇതുപോലെ തന്നെ വാശി, ദേഷ്യം, പിന്നെ ഫോണിൽ കൂടുതൽ സമയം ഇരിക്കുക, അടിക്കാൻ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡീലാഡിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. നമ്മൾ കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ വന്നു. ഫസ്റ്റ് ഇവൻ ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവൻ എപ്പോഴും പറയും, നമ്മളിങ്ങനെ വഴക്ക് പറയുമ്പോൾ എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ 18 വയസ്സുള്ളവൻ എന്തിട്ട് ഇത്ര വലിയ ടെൻഷൻ, എന്താ ഇത്ര വലിയ വിഷമം, എന്താന്നല്ലേ നമ്മൾ പറയണത്. അങ്ങനെയാണ് ഞാനും ചോദിക്കണത് ഇവനോട്. അപ്പോൾ പറയണത് എനിക്ക് ഉള്ളിൽ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ചോദിക്കണില്ല, പറയണില്ല എന്ന് പറയും. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ദിയ മാഡത്തിനോട് വന്ന് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഉള്ളിൽ വരും. ഇപ്പം നമ്മളോട് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് തുറന്ന് പറയാൻ പറ്റില്ല. നമ്മളെ തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം, ഇത്ര ടെൻഷൻ എന്താ? നമുക്കല്ലേ ടെൻഷൻ, ഇവരെ നോക്കണം, പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഒരിക്കൽ അനുസരിച്ചാൽ മതിയല്ല എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കും. അങ്ങനെ ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവനൊന്നും കൂടി കൂളായി. നമ്മളോട് തുറന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും, അവരുടെ വിഷമങ്ങളും എല്ലാം ഇവിടുത്തെ ദിയ മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു റിലാക്സേഷൻ അവന് നന്നായിട്ട് കിട്ടി. കൂടുതലായിട്ട് ഇവന് ഭയങ്കര ഫോൺ കളിയായിരുന്നു. നമ്മൾ എത്ര പറഞ്ഞാലും എക്സാം വന്നാൽ പോലും അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇവൻ ഫോണായിട്ടിരിക്കും. അപ്പം ഈ ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഫോൺ കൊടുക്കുകയും ഇതിലേക്ക് ഭയങ്കരമായിട്ട് ആവുകയും ചെയ്തത്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടും അതിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് സംസാരിച്ച് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചെല്ലാം കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ മാമൊക്കെ പറഞ്ഞപ്പോൾ അവനത് മനസ്സിലായി. അപ്പം അതിനകത്ത് നിന്ന് അവന് വരണം എന്നായി. അങ്ങനെ പിറ്റേ ദിവസം അവൻ ആ ഗെയിമൊക്കെ ഡിലീറ്റ് ചെയ്യുകയും പിന്നെ അവൻ പഠിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് വരികയും ഫോൺ ഉപയോഗമൊക്കെ കുറഞ്ഞ് നന്നായിട്ട് അങ്ങനെ ആ ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു.